അപ്പോൾ നമുക്കിന്ന് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 1ാമത്തെ യൂണിറ്റ് നോക്കിയാലോ. എന്താണ് യൂണിറ്റിൻ്റെ പേര്? ആൻ അംബ്രല്ല ഫോർ ഓൾ. അംബ്രല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കുട അല്ലേ, എല്ലാവർക്കും അറിയാമല്ലേ. ആൻ അംബ്രല്ല ഫോർ ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയുള്ള കുട. അപ്പോൾ ഈ ചിത്രം നോക്കൂ. എന്താ മക്കൾ ഈ ചിത്രത്തിൽ കാണുന്നത്? ഒരുപാട് ജീവികളുണ്ടല്ലേ. ആരൊക്കെയുണ്ട്? മുയലുണ്ട്, ഉറുമ്പുണ്ട്, ഒരു കിളിയുണ്ട്, എലിയുണ്ട്, പൂമ്പാറ്റയുണ്ട്, പിന്നെയോ ഒരു തവളയുണ്ട്. അല്ല, തവള എവിടെ ഇപ്പോൾ കയറിയിരിക്കുന്നത്? ഒരു കൂണിൻ്റെ മുകളിലല്ലേ. കൂണിന് എന്താ പറയുകയെന്നറിയോ മക്കൾക്ക്? കൂണിന് മഷ്റൂം എന്നാണ് കേട്ടോ പറയുന്നത്. മഷ്റൂമിൻ്റെ മുകളിലാണ് തവള കയറിയിരിക്കുന്നത്. ഇനി ഇവർക്കൊക്കെ പറയുന്ന പേരെന്താണെന്ന് അറിയാമോ ഇംഗ്ലീഷിൽ? തവളക്ക് ഫ്രോഗ്, പിന്നെ മുയലിനോ? മുയൽ റാബിറ്റ് അല്ലേ. എലിക്ക് എന്ത് പറയും? മൗസ്. കിളിക്ക് സ്പാരോ അല്ലേ. പിന്നെ ഇതാ ഉറുമ്പിന് എന്താ പറയാന്നറിയോ? ആൻഡ്. പിന്നെ ബട്ടർഫ്ലൈ ഉണ്ടല്ലോ, പൂമ്പാറ്റ അല്ലേ. പൂമ്പാറ്റയ്ക്ക് ബട്ടർഫ്ലൈ എന്ന് പറയും. ഇനി നമുക്ക് ഇവരുടെ കഥയൊന്ന് നോക്കിയാലോ. ലെറ്റ്സ് റീഡ്. നമുക്ക് വായിക്കാം. എ സ്മോൾ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ ഫുഡ്. എന്താണ് എ സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുത്. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞല്ലോ ഉറുമ്പ് അല്ലേ. വാസ് സെർച്ചിങ് ഫോർ ഫുഡ്. എന്താണ്? ഭക്ഷണത്തിന് വേണ്ടി തിരയുകയായിരുന്നു. സഡൻലി. എന്താ സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഇറ്റ് സ്റ്റാർട്ട് റെയിനിങ്. മഴ പെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് എന്താണ്? മഴ പെയ്യാൻ തുടങ്ങി. ഐ എം ഓൾ വെറ്റ്, വേർ ഷാൾ ഐ ഫൈൻഡ് ഷെൽട്ടർ. ഞാൻ ആകെ നനഞ്ഞു. വേർ ഷാൾ ഐ ഫൈൻഡ് ഷെൽട്ടർ. ഇവിടെയാണ് എനിക്ക് ഒരു അഭയസ്ഥാനം കണ്ടെത്താൻ കഴിയുക. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ അഭയം. ദ ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. എന്താണ്? ഉറുമ്പ് ചുറ്റിലും നോക്കി. എവിടെയെങ്കിലും ഒന്ന് മഴ കൊള്ളാതെ നിൽക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്നിങ്ങനെ ഉറുമ്പ് ചുറ്റിലും നോക്കി. അപ്പോൾ ഉറുമ്പ് ഇങ്ങനെ എന്തായിരുന്നു? ഭക്ഷണം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മഴ പെയ്യുന്നത് അല്ലേ. അങ്ങനെ ആകെ നനഞ്ഞിട്ട് ഒരു അഭയസ്ഥാനം കണ്ടെത്താൻ വേണ്ടി ഉറുമ്പ് ഇങ്ങനെ ചുറ്റിലും നോക്കിക്കൊണ്ടിരുന്നു. ഇനി നോക്കൂ എന്താ ചോദിക്കുന്നത്. വേർ വിൽ ദ ആൻഡ് ഗെറ്റ് ഷെൽട്ടർ. എവിടെയായിരിക്കും ഉറുമ്പിന് ഒരു അഭയം ലഭിക്കുന്നത്? എവിടെയായിരിക്കും മക്കളെ? നമുക്ക് നോക്കാം അല്ലേ. ദ ജെൻറൽ റെയിൻ ടേൺഡ് ഇൻ ടു എ ഹെവി ഷവർ. എന്താ ഉണ്ടായി? ഒരു ചെറിയ മഴ പെട്ടെന്ന് വലിയ മഴയായിട്ട് പെയ്തു. ദ ആൻഡ് വാക്ക്ഡ് ഫാസ്റ്റ്. എന്താണ്? ഉറുമ്പ് സ്പീഡിൽ നടക്കാൻ തുടങ്ങി. ഫാർ അവേ ഹി സോ സംതിങ്. ദൂരെ അവൻ എന്തോ കണ്ടു. വാട്ട് ഡിഡ് ദ ആൻഡ് സീ. എന്തായിരിക്കും ഉറുമ്പ് കണ്ടത്? എന്തായിരിക്കും? ലെറ്റ്സ് റീഡ്. ദ ആൻഡ് സോ എ ടിനി മഷ്റൂം. ഉറുമ്പ് എന്താ കണ്ടത്? ദൂരെ എന്താ കണ്ടത്? എ ടിനി മഷ്റൂം. ടിനി മഷ്റൂം എന്ന് പറഞ്ഞാൽ ചെറിയ കൂണ്. ടിനി എന്ന് പറഞ്ഞാൽ ചെറുത് എന്ന്. ചെറിയ മഷ്റൂം, ചെറിയ കൂണ്. സോ എന്ന് പറഞ്ഞാൽ കണ്ടു. ഹി റാൻ ടുവാർഡ്സ് ദ മഷ്റൂം. എന്താണ്? അവൻ മഷ്റൂമിൻ്റെ നേരെ ഓടി. ടുവാർഡ്സ് നേരെ. മഷ്റൂമിൻ്റെ നേരെ ഓടി. കൂണിൻ്റെ നേരെ ഓടി. ഇറ്റ് വാസ് റെഡ് ഇൻ കളർ. എന്ത് കളറായിരുന്നു അതിന്? ചുവപ്പ് കളറായിരുന്നു. ദർ വേർ യെല്ലോ സ്പോട്ട് ഓൺ ഇറ്റ്. അതിൻ്റെ പുറത്ത് എന്താ ഉണ്ടായിരുന്നത്? ദർ വേർ, അതിന് മേലെ എന്താണ്? യെല്ലോ സ്പോട്ട് ഓൺ ഇറ്റ്. മഞ്ഞ ചെറിയ എന്താ കുത്തുകൾ ഉണ്ടായിരുന്നു അല്ലേ. ഐ ഷോൾ മേക്ക് ഇറ്റ് ആൻ അംബ്രല്ല. എന്താ പറയുന്നത് ഉറുമ്പ്? ഐ ഷോൾ മേക്ക് ഇറ്റ് ആൻ അംബ്രല്ല. ഞാനിതൊരു കുടയാക്കും. ദ ആൻഡ് സാറ്റ് അണ്ടർ ഇറ്റ്. ഉറുമ്പ് അതിനടിയിലിരുന്നു. സാറ്റ് എന്ന് പറഞ്ഞാൽ അടിയിൽ. സാറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നു. അണ്ടർ അടിയിൽ. ദ ആൻഡ് സാറ്റ് അണ്ടർ ഇറ്റ്. ഉറുമ്പ് അതിൻ്റെ അടിയിലിരുന്നു. ദ മഷ്റൂം ഈസ് ആൻ അംബ്രല്ല ഫോർ ദ ആൻഡ്. വൈ? എന്താ ചോദിക്കുന്നത്? മഷ്റൂം ഉറുമ്പിന് കുടയാണോ? എന്തുകൊണ്ട്? ദ റെയിൻ കെയിം ഡൗൺ ഹെവിലി. എന്താണ്? മഴ അങ്ങനെ ശക്തിയായി പെയ്തു. ദ ആൻഡ് സാറ്റ് അണ്ടർ ദ മഷ്റൂം ലുക്കിംഗ് അറ്റ് ദ റെയിൻ. എന്താണ്? ഉറുമ്പ് കൂണിനടിയിൽ ഇങ്ങനെ മഴ നോക്കിക്കൊണ്ട് ഇരുന്നു. ഹി സോ എ ബട്ടർഫ്ലൈ. അവൻ എന്ത് കണ്ടു? ഒരു ബട്ടർഫ്ലൈയെ, ഒരു പൂമ്പാറ്റയെ കണ്ടു. ഹെർ വിങ്സ് വേർ വെറ്റ്. അവളുടെ ചിറകുകൾ എന്തായിരുന്നു? നനഞ്ഞിട്ടുണ്ടായിരുന്നു. വെറ്റ് എന്ന് പറഞ്ഞാൽ നനയുക. ദ ബട്ടർഫ്ലൈ കെയിം നിയർ ദ മഷ്റൂം. ബട്ടർഫ്ലൈ എന്താണ്? മഷ്റൂമിൻ്റെ അടുത്തേക്ക് വന്നു. വിൽ ദ ആൻഡ് ലെറ്റ് ദ ബട്ടർഫ്ലൈ ഇൻ.
ഉറുമ്പ് ചിത്രശലഭത്തെ അകത്തേക്ക് കയറ്റുമോ മക്കളെ? എന്താ തോന്നുന്നത്? വായിച്ചു നോക്കാം അല്ലേ. എ ബട്ടർഫ്ലൈ സ്ലോലി കെയിം നിയർ ദ മഷ്റൂം. ഒരു പൂമ്പാറ്റ പതുക്കെ പറന്ന് കൂണിനടുത്തെത്തി. ഐ ആം സോ വെറ്റ് ഐ ക്യാൻ ഫ്ലൈ പ്ലീസ് ലെറ്റ് മീ ഇൻ. ഞാൻ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്, എനിക്ക് പറക്കാൻ കഴിയുന്നില്ല. ഐ ക്യാൻറ്റ് ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയുന്നില്ല. പ്ലീസ് ലെറ്റ് മീ ഇൻ. അകത്തേക്ക് കയറ്റുമോ? എന്താണ്, എനിക്ക് പറക്കാൻ കഴിയുന്നില്ല അല്ലേ. പൂമ്പാറ്റക്ക് നനഞ്ഞതുകൊണ്ട് പറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്നെ അകത്തേക്ക് കയറ്റുമോ എന്ന് ഉറുമ്പിനോട് ആര് ചോദിക്കുകയാണ്? ബട്ടർഫ്ലൈ ചോദിക്കുകയാണ്. ഹൗ ക്യാൻ ഐ ലെറ്റ് യു ഇൻ? ഞാൻ നിന്നെ എങ്ങനെ അകത്ത് കയറ്റും? ദർ ഈസ് നോ സ്പേസ് ഫോർ യു. നിനക്കിവിടെ സ്ഥലമില്ല. സൈഡ് ദ ആൻഡ്. എന്താണ്, ഉറുമ്പ് പറഞ്ഞോ. ഹൗ ക്യാൻ ഐ ലെറ്റ് യു ഇൻ? ഞാൻ നിന്നെ എങ്ങനെ അകത്ത് കയറ്റും? ദർ ഈസ് നോ സ്പേസ് ഫോർ യു. അകത്ത് സ്പേസ് എന്ന് പറഞ്ഞാൽ സ്ഥലം. നോ സ്പേസ്, സ്ഥലമില്ല. ഫോർ യു, നിനക്ക് സ്ഥലമില്ല. ആര് പറഞ്ഞു? ഉറുമ്പ് പറഞ്ഞു. പ്ലീസ് ഐ ഷാൾ സിറ്റ് ക്ലോസ് ടു യു. എന്നെ ദയവായി നിൻ്റെ അടുത്തിരുത്തു എന്ന് പറയണം. പ്ലീസ് എന്ന് പറഞ്ഞാൽ ദയവായി. ദ ബട്ടർഫ്ലൈ സൈഡ്. എന്താണ്, പൂമ്പാറ്റ പറഞ്ഞു. ഓക്കെ, ദ ആൻഡ് അഗ്രീഡ്. അങ്ങനെ ഉറുമ്പ് എന്ത് ചെയ്തു? സമ്മതിച്ചു. ദ ബട്ടർഫ്ലൈ ഗോട്ട് ഇൻ. ബട്ടർഫ്ലൈ അകത്ത് കയറി. എന്താ ഉണ്ടായത് മക്കളെ? അങ്ങനെ ഉറുമ്പ് ഒരു മഷ്റൂമിൻ്റെ അടിയിൽ അങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് എന്താണ്, ഒരു പൂമ്പാറ്റ മഷ്റൂമിൻ്റെ അടുത്ത് വന്നു അല്ലേ. ഒരു ബട്ടർഫ്ലൈ കൂണിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്താ പറയുക, ഞാൻ ആകെ നനഞ്ഞിട്ടുണ്ട്, എന്നെ കൂടി അകത്ത് കയറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉറുമ്പ് നിനക്ക് ഇവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. എന്നിട്ടോ, അപ്പോൾ ബട്ടർഫ്ലൈ പറയുകയാണ്, ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെ ചേർന്നിരുന്നോളാം എന്ന് പറയുകയാണ്. അങ്ങനെ ഉറുമ്പ് സമ്മതിച്ചിട്ട് അകത്തേക്ക് കയറി. ബട്ടർഫ്ലൈ അകത്തേക്ക് കയറി. ക്യാൻ ദ ബട്ടർഫ്ലൈ സിറ്റ് അണ്ടർ ദ മഷ്റൂം? എന്താ ചോദിക്കുന്നത്? ക്യാൻ ദ ബട്ടർഫ്ലൈ സിറ്റ് അണ്ടർ ദ മഷ്റൂം? ബട്ടർഫ്ലൈക്ക് എന്താണ്, മഷ്റൂമിൻ്റെ അടിയിൽ ഇരിക്കാൻ കഴിയുമോ? വിൽ ദർ ബി സ്പേസ് ഫോർ ദ ടു? അവർക്ക് 2 പേർക്കും അതിന് അടിയിൽ എന്താണ്, സ്ഥലമുണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. ദ ആൻഡ് മൂവ്ഡ് ഓവർ ആൻഡ് മെയ്ഡ് സ്പേസ് ഫോർ ദ ബട്ടർഫ്ലൈ. അങ്ങനെ ഉറുമ്പ് എന്താണ്, നീങ്ങിയിരുന്നു അല്ലേ. എന്നിട്ട് ചിത്രശലഭത്തിന് ഇരിക്കാൻ സ്ഥലം ഉണ്ടാക്കി. ദ ആൻഡ് മൂവ്ഡ് ഓവർ ആൻഡ് മെയ്ഡ് സ്പേസ് ഫോർ ദ ബട്ടർഫ്ലൈ. അങ്ങനെ നീങ്ങിയിരുന്ന് നമ്മുടെ പൂമ്പാറ്റയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലം കൊടുത്തു. ദേ വാച്ച്ഡ് ദ റെയിൻ. എന്താണ് അവർ വാച്ച് ചെയ്തത്? എന്താണ് നോക്കിയത്? അവർ ഇങ്ങനെ മഴ നോക്കി. സഡൻലി സംബഡി റാൻ ഇൻ. പെട്ടെന്ന് അല്ലേ, സഡൻലി. എന്താ ഉണ്ടായത്? സംബഡി റാൻ ഇൻ. ആരോ ഓടി വരുന്നുണ്ടായിരുന്നു. വോ വിൽ ബി ദാറ്റ്? ആരായിരിക്കും അത്? ആരായിരിക്കും മക്കളെ? നോക്കാം. ലെറ്റ്സ് റീഡ്. സ്ക്വീക്ക് 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 എ മൗസ് കെയിം ദ റണ്ണിങ്. ആരായിരുന്നു അത്? നമ്മുടെ എലിയാണല്ലേ. മൗസ് കെയിം ദ റണ്ണിങ്. എലി എന്താണ്, അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ഫ്രണ്ട്സ് ലെറ്റ് മീ ഇൻ, ഐ എം വെറ്റ് ഓൾ ഓവർ. കൂട്ടുകാരെ, എന്നെ അകത്തേക്ക് കയറ്റാമോ? ഐ എം വെറ്റ് ഓൾ ഓവർ. ഞാൻ എന്താണ്, നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഹൗ ക്യാൻ വി ലെറ്റ് യു ഇൻ? ഞങ്ങളെങ്ങനെ നിന്നെ അകത്ത് കയറ്റും? ദർ ഈസ് നോ റൂം ഹിയർ. എന്താണ്, ഇവിടെ സ്ഥലമില്ല, അല്ലെങ്കിൽ ഇവിടെ റൂമില്ല. ദ ബട്ടർഫ്ലൈ സൈഡ്. എന്താണ്, പൂമ്പാറ്റ പറഞ്ഞു. പ്ലീസ് ഗിവ് മീ സം സ്പേസ്. എനിക്ക് കൂടി കുറച്ച് സ്ഥലം തരൂ. പ്ലീസ്, ദയവായി. ഗിവ് മീ സം സ്പേസ്, ദയവായി എനിക്ക് കൂടി സ്ഥലം തരൂ. ദ മൗസ് ക്രൈഡ്. എലി കരഞ്ഞു. ദ ആൻഡ് ദ ബട്ടർഫ്ലൈ സാറ്റ് ക്ലോസർ. അങ്ങനെ ഉറുമ്പും ബട്ടർഫ്ലൈയും അടുത്തിങ്ങനെ ചേർന്നിരുന്നു. ദ മൗസ് ആൾസോ ഗോട്ട് ഇൻ. അങ്ങനെ എന്താണ്, എലിയും അകത്ത് കയറി. അങ്ങനെ ആരായിരുന്നു അപ്പോൾ ഓടി വന്നത് മക്കളെ? എലിയായിരുന്നു അല്ലേ. എലി ഇങ്ങനെ ഓടി വന്നു. എലി നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, എന്നെ അകത്തേക്ക് കയറ്റാമോ എന്ന്. എലി ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? ഇവിടെ സ്ഥലമില്ല എന്ന് പറയുകയാണ് അല്ലേ. നേരത്തെ ബട്ടർഫ്ലൈയോട് നമ്മുടെ ഉറുമ്പ് പറഞ്ഞതുപോലെ പറയുകയാണ്, ഇവിടെ സ്ഥലമില്ല എന്ന്. അപ്പം എന്താണ്, എലി എന്താ പറയുന്നത്? പ്ലീസ് ഗിവ് മീ സം സ്പേസ്, എനിക്ക് കൂടി കുറച്ച് സ്ഥലം തരൂ എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് എന്താണ്, എലി കരഞ്ഞു. അപ്പോൾ നമ്മുടെ ഉറുമ്പും പൂമ്പാറ്റയും ഇങ്ങനെ ചേർന്നിരുന്നിട്ട് എലിക്ക് കൂടി ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുത്തു. വിൽ ദ റെയിൻ സ്റ്റോപ്പ്? ക്യാൻ ദേ ഗോ ഹോം?
മഴ നിൽക്കുമോ? അവർക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയുമോ മക്കളെ? വായിച്ചു നോക്കാമല്ലേ. ദ റെയിൻ വെൻറ്റ് ഓൺ ഈവൻ ഹാർഡർ. എന്താണ്? മഴ ശക്തമായി പെയ്തു. ഹാർഡർ എന്ന് പറഞ്ഞാൽ ശക്തമായി. ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, എ ലിറ്റിൽ സ്പാരോ വാക്ക് ടുവാർഡ്സ് ദ മഷ്റൂം. എന്താണ് എ ലിറ്റിൽ സ്പാരോ? എന്താണ്? ചെറിയൊരു കിളി അല്ലേ? വാക്ക് ടുവാർഡ്സ് ദ മഷ്റൂം. കൂണിൻ്റെ അടുത്തേക്ക് അങ്ങനെ കൂണിൻ്റെ നേരെ നടന്നു വന്നു. എന്ത് ചെയ്തുകൊണ്ട്? ക്രൈയിങ്, കരഞ്ഞുകൊണ്ടാണ് നടന്നു വന്നത്. ഷീ കുഡ് നോട്ട് ഫ്ലൈ, അവൾക്ക് പറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. റെയിൻ ഡ്രോപ്സ് വേർ ഡ്രിപ്പിംഗ് ഫ്രം ഹെർ വിങ്സ്. റെയിൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഴത്തുള്ളികൾ. വേർ ഡ്രിപ്പിംഗ്, എന്താ ഡ്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റി ഫ്രം ഹെർ വിങ്സ്, അവളുടെ ചിറകുകളിൽ നിന്ന്. എന്താണ്? അവളുടെ ചിറകുകളിൽ നിന്ന് മഴത്തുള്ളികൾ ഇങ്ങനെ എന്താണ് ഉറ്റി വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് പറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വിൽ ദേ ലെറ്റ് ദ സ്പാരോ ഇൻ? അവർ അവളെ അകത്തേക്ക് കയറ്റുമോ? ഈ ഒരു മഷ്റൂമിൻ്റെ അകത്തേക്ക് നമ്മുടെ ഒരു സ്പാരോയെ കയറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? കുഞ്ഞിക്കിളിയെ കയറ്റുമോ എന്ന് നോക്കിയാലോ. എ ലിറ്റിൽ സ്പാരോ ഹോപ്പ്ഡ് അപ്പ് ടു ദ മഷ്റൂം. കിളി കൂണിലേക്ക് ചാടി വന്നു. എന്താണ്? ചാടി വന്നു. ഹോപ്പ്ഡ് എന്ന് പറഞ്ഞാൽ ചാടുക. അപ്പോൾ ചെറിയ കിളികളൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ? ചാടി വരുന്നത് കണ്ടിട്ടില്ലേ കിളികളൊക്കെ? അതിനാണ് കേട്ടോ പറയുന്നത്. സ്പാരോ ഹോപ്പ്ഡ് അപ്പ് ടു ദ മഷ്റൂം. കൂണിലേക്ക് ചാടി വന്നു. ഐ എം സോ ടയേർഡ്, ഐ ക്യാൻ സിറ്റ് വിത്ത് യു. ഞാനെന്താണ്? ടയേർഡാണ് അല്ലേ? ടയേർഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു. ക്യാൻ ഐ സിറ്റ് വിത്ത് യു? എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം. എന്നെ കയറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ദ സ്പാരോ ക്രൈഡ് അലൗഡ്. സ്പാരോ ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അലൗഡ് എന്ന് പറഞ്ഞാൽ ഉറക്കെ. ബട്ട് ദർ ഈസ് നോ റൂം ഹിയർ, ദ മൗസ് സെയ്ഡ്. എന്താണ് എലി പറഞ്ഞത്? പക്ഷേ ഇവിടെ റൂമില്ല, ഇവിടെ സ്ഥലമില്ല എന്ന് പറയണം. പ്ലീസ് മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റിൽ. പ്ലീസ്, ദയവായി ഒന്ന് എനിക്കെന്താണ് കുറച്ച് നീങ്ങൂ എന്നാണ് പറയുന്നത്. ദ സ്പാരോ പ്ലീഡഡ്. എന്താണ്? സ്പാരോ കിളി എന്താ പറയുക അപേക്ഷിച്ചു. ദേ മൂവ്ഡ് ഓവർ ആൻഡ് ദർ വാസ് സ്പേസ് ഇനഫ് ഫോർ ദ സ്പാരോ ടു. അങ്ങനെ അവർ നീങ്ങിക്കൊടുത്തു. ദേ മൂവ്ഡ് ഓവർ, അവരങ്ങനെ നീങ്ങിക്കൊടുത്തു. ആൻഡ് ദർ വാസ് സ്പേസ് ഇനഫ് ഫോർ ദ സ്പാരോ ടു. അങ്ങനെ നീങ്ങിക്കൊടുത്തപ്പോൾ എന്താണ്? നമ്മുടെ ഈ ഒരു കുഞ്ഞു കിളിക്ക് കൂടിയിരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ എന്താണ്? അവർ 3 പേര് അവിടേക്ക് ഇരിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞിക്കിളി വരുന്നത് അല്ലേ? അങ്ങനെ ചാടി വന്നു കൂണിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ ഒരുപാട് ടയേർഡാണ്, ഞാൻ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്, എന്നെ അകത്ത് കയറ്റുമോ എന്ന് ചോദിക്കണം. എനിക്ക് അവിടെ ഇരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക? എങ്ങനെ ചോദിച്ചത്? കരഞ്ഞുകൊണ്ടല്ലേ? ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ സ്ഥലമില്ല എന്ന് എലി പറയുമ്പോൾ, പ്ലീസ് എനിക്ക് കുറച്ച് സ്ഥലം തരുമോ, കുറച്ച് മതി എന്ന് പറയുകയാണ്. എന്നിട്ട് അവർ നീങ്ങിക്കൊടുത്തപ്പോൾ എന്താണ്? നമ്മുടെ കുഞ്ഞിക്കിളിക്ക് കൂടി അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായി. the butterfly, the mouse and the sparrow sat under the mushroom. അങ്ങനെ ഉറുമ്പും പൂമ്പാറ്റയും എലിയും പിന്നെയോ സ്പാരോയും കുഞ്ഞിക്കിളിയും എന്താണ്? കൂണിനടിയിലിരുന്നു. സഡൻലി ദേ ഹിയർഡ് എ ലൗഡ് ക്രൈ. പെട്ടെന്ന് അവരെന്താണ് കേട്ടത്? ഒരു ഉറക്കെയുള്ള കരച്ചിൽ കേട്ടു. ദേ ഹിയർഡ് എന്ന് പറഞ്ഞാൽ അവർ കേട്ടു. എ ലൗഡ് ക്രൈ, ഉറക്കെയുള്ള കരച്ചിൽ. ദേ സോ എ റാബിറ്റ് റഷിങ് ടുവാർഡ്സ് ദം. അവർ കണ്ടു ഒരു മുയലിങ്ങനെ ഓടി വരുന്നല്ലേ, പാഞ്ഞു വരുന്നത് കണ്ടു. അവരുടെ നേരെ പാഞ്ഞു വരുന്നത് കണ്ടു. ഹിസ് ഐസ് വേർ ഫിൽഡ് വിത്ത് ഫിയർ. എന്താണ്? അവൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ ഭയം, പേടിയുണ്ടായിരുന്നു. ഹിസ് സോഫ്റ്റ് ഫർ ഹാഡ് പാച്ചസ് ഓഫ് മഡ്. അവൻ്റെ മൃദുവായ രോമങ്ങളിൽ, ഫർ എന്ന് പറഞ്ഞാൽ മൃദുവായ, ഹാഡ് പാച്ചസ് ഓഫ് മഡ്, ചളിയുടെ അടയാളങ്ങളുണ്ടായിരുന്നു. അതായത് ഇവരെങ്ങനെ മഷ്റൂമിൻ്റെ അടിയിൽ ഇരിക്കുമ്പോൾ എന്താണ്? ഒരു മുയലിങ്ങനെ അവരുടെ നേരെ ഇങ്ങനെ ഓടി വരുന്നുണ്ടായിരുന്നു. അത് എന്താണ്? അതിൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ പേടിയുണ്ടായിരുന്നു. എന്തോ കണ്ട് പേടിച്ചതുപോലെ അല്ല, അതിൻ്റെ കണ്ണിൽ പേടിയുണ്ടായിരുന്നു. അതിൻ്റെ എന്താ പറയുക, നല്ല സോഫ്റ്റ് അല്ലേ നമ്മുടെ മുയലിൻ്റെ രോമം? രോമത്തിലിങ്ങനെ ചളിയുടെ അടയാളം ഉണ്ടായിരുന്നു. വൈ വാസ് ദ റാബിറ്റ് ക്രൈങ്? എന്തുകൊണ്ടായിരിക്കും മുയൽ കരഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും?
എ റാബിറ്റ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. ആ നമ്മുടെ ഈ ഒരു മുയൽ എന്താണ് ഓടി വന്നു. എവിടേക്ക്? ഈ ഒരു കൂണിലേക്ക് ഓടി വന്നു. കൂണിനടുത്തേക്ക് ഓടി വന്നു. സേവ് മീ പ്ലീസ് ഹി ക്രൈഡ്. എന്നെ രക്ഷിക്കണേ. അത് കരഞ്ഞുകൊണ്ട് പറയാണ്. സേവ് മീ, എന്നെ രക്ഷിക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് പറയാണ്. ഓ ഹൈഡ്, ഓ ഹൈഡ് മീ, എ ഫോക്സ് ഈസ് ചേസിങ് മീ. എന്താ പറയുന്നത്? എന്നെ ഒന്ന് ഒളിപ്പിക്കോ. എ ഫോക്സ് ഈസ് ചേസിങ് മീ. ഒരു ഫോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കുറുക്കനല്ലേ. ചേസിങ് മീ, എന്നെ പിടിക്കാൻ വരുന്നുണ്ട്. ദ റാബിറ്റ് വാസ് ഷിവറിങ് വിത്ത് ഫിയർ. അത് റാബിറ്റ് മുയൽ എന്തായി? പേടിച്ച് വിറച്ചു. ഷിവറിങ് എന്ന് പറഞ്ഞാൽ വിറച്ചു. വിത്ത് ഫിയർ, പേടിച്ചിട്ട് വിറച്ചു. ഫോക്സ് പിടിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, എന്താണ് കുറുക്കൻ പിടിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മുയലിങ്ങനെ പേടിച്ച് വിറച്ചു. പുവർ റാബിറ്റ്, പാവം റാബിറ്റ് അല്ലേ, പാവം മുയൽ. സൈഡ് ദ ബട്ടർഫ്ലൈ. ആരാ പറയുന്നത്? പൂമ്പാറ്റ പറയാണ്. ലെറ്റ്സ് മൂവ് എ ലിറ്റിൽ മോർ ആൻഡ് ടേക്ക് ഹിം ഇൻ സൈഡ് ദ ആൻഡ്. അപ്പോൾ ഉറുമ്പ് എന്താ പറഞ്ഞത്? നമുക്ക് നീങ്ങി ഇരിക്കാം, കുറച്ച് നീങ്ങാം, എന്നിട്ട് ഇവനെ നമുക്ക് കയറ്റാം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ റാബിറ്റ് ഓടി വരുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു വന്നിരുന്നത്? പേടിച്ച് ഓടി വന്നു. എന്നിട്ട് പറയാണ്, എന്നെ ഒന്ന് ഒളിപ്പിക്കൂ, എന്നെ ഒരു കുറുക്കന് പിടിക്കാൻ വരുന്നുണ്ട് എന്ന് പറയാണ്. പറയുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മുയൽ പേടിച്ചിങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈക്ക് എന്താണ്? പാവം തോന്നുകയാണ് അല്ലേ. പുവർ റാബിറ്റ്, പാവം മുയൽ. എന്നിട്ടോ അപ്പോൾ ഉറുമ്പ് പറയാണ്, നമുക്ക് നീങ്ങിയിരുന്നിട്ട് ഇവനക്ക് കൂടിയുള്ള സ്ഥലം നമുക്ക് ഉണ്ടാക്കാമെന്ന് പറയണം. വിൽ ദ ഫോക്സ് ഫൈൻഡ് ദ റാബിറ്റ്. കുറുക്കന് മുയലിനെ കണ്ടുപിടിക്കുമോ? ഹൗ വിൽ ദേ ഹൈഡ് ദ റാബിറ്റ്. അവരെങ്ങനെയായിരിക്കും മുയലിനെ ഒളിപ്പിക്കുന്നത്? എങ്ങനെയായിരിക്കും നോക്കാം അല്ലേ. ദ ഫോക്സ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. അങ്ങനെ കുറുക്കൻ എന്താണ്? ഓടി ഇവിടെ വന്നു, കൂണിനടുത്തേക്ക് വന്നു. ഹാവ് യു സീൻ എ റാബിറ്റ്? ദ ഫോക്സ് ലുക്ക്ഡ് അറൗണ്ട്. കുറുക്കൻ ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് ചോദിക്കുകയാണ്, ആരെങ്കിലും എന്താണ് മുയലിനെ കണ്ടോ? ഒരു മുയലിനെ കണ്ടോ? നിങ്ങളൊരു മുയലിനെ കണ്ടോ എന്നിങ്ങനെ ചുറ്റിലും നോക്കിയിട്ട് ചോദിക്കുകയാണ്. എ ഫോക്സ് കെയിം റണ്ണിങ് ദർ. എന്താണ്? കുറുക്കന് അവിടേക്ക് ഓടി വന്നു. ഹി റൈസ്ഡ് ഹിസ് ഷാർപ്പ് ഇയേഴ്സ് ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. അതിൻ്റെ കൂർത്ത ചെവികൾ ഇങ്ങനെ എന്താ ചെയ്യുക? ഉയർത്തിയിട്ട് ഇങ്ങനെ ചുറ്റിലും നോക്കുകയാണ്. ദർ ഈസ് എ സ്മെൽ ഓഫ് എ റാബിറ്റ് അറൗണ്ട്. എന്താ പറയുന്നത്? ഇവിടെ ചുറ്റും ഒരു മുയലിൻ്റെ മണമുണ്ട്. ഈസ് ഹി ഹൈഡിങ് ഹിയർ? ഇവനിവിടെ ഒളിച്ചിരിക്കുകയാണോ? അപ്പം എന്താണ് കുറുക്കനങ്ങനെ ഓടി വന്നിട്ട് അതിൻ്റെ മൂർച്ചയുള്ള അങ്ങനെ കൂർത്ത ചെവികളൊക്കെ ഇങ്ങനെ കൂർപ്പിച്ചിട്ട് ഇങ്ങനെ ചുറ്റിലിങ്ങനെ നോക്കുകയാണ്. എന്നിട്ടോ എന്താ പറയുന്നത്? ഇവിടെ ഒരു മുയലിൻ്റെ മണമുണ്ട്, അവനിവിടെ ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. നോക്കൂ, ലെറ്റ്സ് റീഡ്. നമുക്ക് വായിച്ചു നോക്കാം അല്ലേ ബാക്കി. യു സില്ലി ഫോക്സ്. നീ ഒരു മണ്ടൻ കുറുക്കനാണ്. ഹൗ ക്യാൻ എ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം. എങ്ങനെയാണ് ഒരു റാബിറ്റിന്, ഒരു മുയലിനൊരു കൂണിനടിയിൽ ഒളിക്കാൻ കഴിയുക? ആസ്ക്ഡ് ദ മൗസ്. എന്താണ്? എലി ചോദിക്കുകയാണ്. നീ ഒരു വിഡ്ഢിയാണ്, എങ്ങനെയാണ് ഒരു മുയലിന് ഇവിടെ കൂണിൻ്റെ അടിയിൽ ഒളിക്കാൻ കഴിയുകയെന്ന് ചോദിക്കുകയാണ്. ദർ ഈസ് നോ സ്പേസ് ഹിയർ, കാൻറ്റ് യു സീ? ആസ്ക്ഡ് ദ ആൻഡ്. ഇവിടെ സ്ഥലമില്ല, നിനക്ക് കാണാൻ കഴിയുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഉറുമ്പ്. ദർ ഈസ് നോ സ്പേസ് ഹിയർ, ഇവിടെ സ്ഥലമില്ല. കാൻറ്റ് യു സീ, നിനക്ക് കാണാൻ കഴിയുന്നില്ലേ? ദ ഫോക്സ് ലിഫ്റ്റഡ് ഹിസ് നോസ് അപ്പ്, ഫ്ലിക്ക്ഡ് ഹിസ് ടെയിൽ ആൻഡ് റാൻ ഓഫ്. എന്താണ്? ഫോക്സ് ലിഫ്റ്റഡ് ഹിസ് നോസ് അപ്പ്. അവൻ്റെ കുറുക്കന് മൂക്കുകൾ ഉയർത്തി. ഫ്ലിക്ക്ഡ് ഹിസ് ടെയിൽ, വാലിങ്ങനെ ആട്ടിയിട്ട്. ആൻഡ് റാൻ ഓഫ്, ഓടിപ്പോയി. അപ്പോൾ കുറുക്കനത് വിശ്വസിച്ചിട്ടുണ്ടാവുമോ? വിൽ ദ ഫോക്സ് റിയലി ബിലീവ് ദം? അവരെ വിശ്വസിക്കുമോ കുറുക്കന്? വിൽ ഹീ കം ബാക്ക്? അവൻ തിരിച്ചു വരുമോ? ഇത് കേട്ടിട്ട് കുറുക്കനക്ക് വിശ്വാസം വന്നിട്ടുണ്ടാവുമോ? അവൻ തിരിച്ചു വരുമോ എന്ന് ചോദിക്കുകയാണ്. ചിത്രം നോക്കൂ, ആരൊക്കെയുണ്ട കൂടിനടിയിൽ? നമ്മുടെ മുയലിരിക്കുന്നുണ്ടല്ലേ. മുയലങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ദ റെയിൻ വാസ് ഓവർ. മഴ കഴിഞ്ഞു. ദ സൺ ലുക്ക്ഡ് ഔട്ട് ഫ്രം ബിഹൈൻഡ് ദ ക്ലൗഡ്സ്. മേഘങ്ങൾക്കിടയിൽ നിന്ന് എന്താണ്? സൂര്യൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കി. എവരി വൺ കെയിം ഔട്ട് ഓഫ് ദ മഷ്റൂം വിത്ത് ജോയ്. എല്ലാവരും എന്താണ്? സന്തോഷത്തോടെ കൂണിൻ്റെ പുറത്തേക്ക് വന്നു. ദേ ബിക്കെയിം ഫ്രണ്ട്സ്. അവർ ഫ്രണ്ട്സായി, അവരങ്ങനെ കൂട്ടുകാരായി.
മഴയൊക്കെ കഴിഞ്ഞ് സൂര്യനൊക്കെ ഇങ്ങനെ മേഘങ്ങൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് എല്ലാവരും സന്തോഷത്തോടെ കൂണിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ അവരൊക്കെ ഫ്രണ്ട്സായി. വാട്ട് വിൽ ദേ ഡു നൗ? ഇനി അവരെന്താ ചെയ്യുക? നോക്കുക, അവരെന്താ ഇനി ചെയ്യുക? വാസ് ഓവർ. അങ്ങനെ മഴ കഴിഞ്ഞു. ദ സൺ ലുക്ക്ഡ് ഔട്ട് ഫ്രം ബിഹൈൻഡ് ദ ക്ലൗഡ്സ്. എന്താണ്? സൂര്യൻ ഇങ്ങനെ മേഘങ്ങൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. എവരി വൺ കെയിം ഔട്ട് ഓഫ് ദ മഷ്റൂം വിത്ത് ജോയ്. എല്ലാവരും സന്തോഷത്തോടെ കൂണിൻ്റെ പുറത്തേക്ക് വന്നു. ദേ ബിക്കെയിം ഫ്രണ്ട്സ്. അവരെന്തായി? കൂട്ടുകാരായി. മഴയൊക്കെ കഴിഞ്ഞ് സൂര്യനൊക്കെ പുറത്തേക്ക് വന്നു. അതുപോലെ തന്നെ കൂണിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അവരൊക്കെ ഫ്രണ്ട്സായി. വാട്ട് വിൽ ദേ ഡു നൗ? ഇനി അവരെന്താ ചെയ്യുക? എന്ത് ചെയ്യും മക്കളെ? നോക്കാം. ദ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിസ് ഫ്രണ്ട്സ്. എന്താണ്? ഉറുമ്പ് തൻ്റെ കൂട്ടുകാരെ നോക്കി. അറ്റ് ഫസ്റ്റ് ദർ വാസ് സ്പേസ് ജസ്റ്റ് ഫോർ മൈസെൽഫ്. ആദ്യം എനിക്ക് മാത്രം ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദെൻ ഓൾ ഓഫ് അസ് കുഡ് സിറ്റ് അണ്ടർ ദ മഷ്റൂം. പിന്നെ എല്ലാവർക്കും എന്താണ്? കൂണിനടിയിൽ ഇരിക്കാൻ പറ്റി. ഹൗ വാസ് ദിസ് പോസിബിൾ? ഇതെങ്ങനെ സാധിച്ചു? പോസിബിൾ എന്ന് പറഞ്ഞാൽ സാധിച്ചു. ഇതെങ്ങനെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ദ ആൻഡ് വാസ് റിയലി കൺഫ്യൂസ്ഡ്. എന്താണ്? ഉറുമ്പിന് ശരിക്കും ഇങ്ങനെ കൺഫ്യൂഷനായി. ആദ്യം ഉറുമ്പിന് മാത്രം സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ കൂണിനടിയിൽ. പിന്നെ അവരൊക്കെ വന്നല്ലോ, അവർക്കൊക്കെ അതിനടിയിൽ ഇരിക്കാനും സ്ഥലം ഉണ്ടായി. ഇതിപ്പോൾ എങ്ങനെയാണ് പറ്റിയത് എന്നാണ് നമ്മുടെ ഉറുമ്പ് ചിന്തിക്കുന്നത്. ചെറിയൊരു കൂണായിരുന്നല്ലോ, ഇതിനടിയിൽ എങ്ങനെയാണ് എല്ലാവരും ഇരുന്നതെന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഹ ഹ ഹ ഹ. സംബഡി ലോഫ്ഡ് ലൗഡ്ലി ബിഹൈൻഡ് ദം. പെട്ടെന്ന് അവിടുന്ന് ആരോ ഇങ്ങനെ ഉറക്കെ ചിരിച്ചു. എങ്ങനെയാണ്? ഹ ഹ ഹ ഹ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ചിരിച്ചു. വാസ് ലോഫിങ് അലൗഡ്. ആരായിരിക്കും അതങ്ങനെ ഉറക്കെ ചിരിച്ചത്? ആരായിരിക്കും മക്കളെ ഉറക്കെ ചിരിച്ചത്? അവിടെ ആരൊക്കെയുള്ളത്? കിളിയും ഉറുമ്പും എലിയും റാബിറ്റും പൂമ്പാറ്റും മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെ ആരാണ്? വേറെ കൂണിനടുത്ത് വേറെ ആരും കാണുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയായിരിക്കും ഒരു സൗണ്ട് വന്നത്? ദേ സോ എ ഫാറ്റ് ഗ്രീൻ ഫ്രോഗ്. അവരെന്താ കണ്ടത്? എ ഫാറ്റ് ഗ്രീൻ ഫ്രോഗ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ തടിച്ച, ഗ്രീൻ ഫ്രോഗ് പച്ച തവള. അവരൊരു പച്ച തവളയെ കണ്ടു. ഇറ്റ് വാസ് സിറ്റിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് ദ മഷ്റൂം. അതെവിടെ ഇരുന്നിരുന്നത്? സിറ്റിംഗ്, ഇരിക്കുകയായിരുന്നു. ഇവിടെ ദ ടോപ്പ് ഓഫ് ദ മഷ്റൂം. മഷ്റൂമിൻ്റെ ടോപ്പിൽ, മുകളിൽ. ഹ ലോഫ്ഡ് ദ ഫ്രോഗ്. ലോഫ്ഡ് എന്ന് പറഞ്ഞാൽ ചിരിച്ചു. ഫ്രോഗ് ചിരിച്ചു. ഷേക്കിംഗ് ഹിസ് ഹെഡ് അറ്റ് ദം. എന്താണ്? അവരെ നോക്കി തലയാട്ടി ചിരിച്ചു. ഡോണ്ട് യു നോ വാട്ട് ഹാപ്പൻസ് ടു എ മഷ്റൂം ഡ്യൂറിങ് റെയിൻ? നിങ്ങൾക്കറിയില്ലേ എന്താണ് മഴ പെയ്താൽ കൂണിന് സംഭവിക്കുക എന്ന്? ഹാപ്പൻസ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുക. ഡ്യൂറിങ് റെയിൻ, മഴ പെയ്താൽ എന്താണ് കൂണിന് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ആൻഡ് ഹി ഹോപ്പ്ഡ് അവേ. എന്നിട്ടോ അവൻ ചാടിപ്പോയി. സ്റ്റിൽ ലോഫിങ്, അപ്പോഴും ചിരിക്കുന്നുണ്ടായിരുന്നു. വൈ വാസ് ദ ഫ്രോഗ് ലോഫിങ്? എന്തുകൊണ്ടായിരിക്കും തവള ചിരിച്ചത്? അവൻ എന്താണ് ചിരിച്ചിട്ട് പറഞ്ഞത്? നിങ്ങൾക്ക് മഴ പെയ്താൽ കൂണിന് എന്താ സംഭവിക്കുക എന്ന് അറിയില്ലേ ചോദിക്കുകയാണ്. അതും പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് ചാടിപ്പോയി. എന്തിനായിരിക്കും തവള ചിരിച്ചത് മക്കളെ? ദ ആൻഡ്, ദ ബട്ടർഫ്ലൈ, ദ മൗസ്, ദ സ്പാരോ ആൻഡ് ദ റാബിറ്റ് ലുക്ക്ഡ് അറ്റ് വൺ അനദർ. എന്താണ്? ഉറുമ്പും പൂമ്പാറ്റയും എലിയും കുഞ്ഞിക്കിളിയും മുയലും എല്ലാം എന്താണ് പരസ്പരം നോക്കി. ദെൻ ലുക്ക്ഡ് അറ്റ് ദ മഷ്റൂം. പിന്നെയോ അവരിങ്ങനെ കൂണിലേക്ക് നോക്കി. ആൻഡ് സഡൻലി, പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ദ നോട്ടീസ്ഡ് സംതിങ്. അവരൊരു കാര്യം ശ്രദ്ധിച്ചു. എന്തായിരുന്നു? നോട്ടീസ്ഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു. സംതിങ്, ഒരു കാര്യം. ദ മഷ്റൂം ഹാസ് ഗ്രോൺ ആപ്പ്. എന്താണ്? കൂണ് വളർന്ന് വലുതായിക്കണ് അല്ലേ? അവരിങ്ങനെ പരസ്പരം നോക്കി. തവള പറയുന്നത് കേട്ടിട്ട് പരസ്പരം നോക്കി. ഒന്നും മനസ്സിലായില്ല അല്ലേ അവർക്ക്? എന്നിട്ട് അവർ പെട്ടെന്ന് കൂണിനെ നോക്കിയപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്. എന്താണ്? കൂണ് ആദ്യം കണ്ട വലുപ്പമല്ലല്ലേ, വളർന്ന് വലുതായിട്ടുണ്ട്. അത് നല്ലോണം വലുപ്പം വെച്ചിട്ടുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു മഷ്റൂം ഡ്യൂറിങ് റെയിൻ? എന്താണ്? മഴക്കാലത്ത് കൂണിന് എന്താണ് സംഭവിക്കുക? മഴ പെയ്യുമ്പോൾ കൂണിന് എന്താ സംഭവിക്കുക? മക്കൾക്ക് മനസ്സിലായോ എന്താ സംഭവിക്കുകയെന്ന്? മഴക്കാലത്ത് കൂണ് വലുതായി വരും. അതിങ്ങനെ വലുതായി വരും. അങ്ങനെയാണ് ഈ കൂണ് വലുതായപ്പോഴാണ് എല്ലാവർക്കും ആ ഒരു കൂണിനടിയിലിരിക്കാനായിട്ട് സ്ഥലം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു കഥ ഇഷ്ടമായോ മക്കൾക്ക്? നല്ല രസമുള്ള കഥയാണല്ലേ?
കുറച്ച് കൂട്ടുകാർ മഴ വന്നപ്പോൾ എന്താണ് പരസ്പരം സ്നേഹത്തോടെ ഒരു കൂണിനടിയിലിരിക്കുന്ന കഥയാണ് നമ്മളിപ്പോൾ വായിച്ചത് അല്ലേ? കഥ ഇഷ്ടമായില്ലേ മക്കൾക്ക്? നമുക്കൊരു പാട്ട് പാടിയാലോ? ബണ്ണീസ് അംബ്രല്ല. എന്താണ്? ബണ്ണിയുടെ കുട. റെയിൻ ഡ്രോപ്സ് ഫാളിംഗ് ഫ്രം ദ സ്കൈ, എ മഷ്റൂം സ്റ്റാൻഡിങ് ടോൾ ആൻഡ് ഡ്രൈ, ദ ബണ്ണി ഹോപ്സ് ആൻഡ് ഹൈഡ്സ് ബിലോ, സേഫ് ഫ്രം റെയിൻ ആൻഡ് വിൻഡ് ദാറ്റ് ബ്ലോസ്. Thank you, mushroom, big and wide. You are a perfect spot to hide. With a hope, the bunny has gone dry and happy, moving on. Raindrops falling from the sky എന്ന് പറഞ്ഞാൽ എന്താ? മഴത്തുള്ളികൾ ആകാശത്ത് നിന്ന് വീഴുന്നു. എ മഷ്റൂം സ്റ്റാൻഡിങ് ടോൾ ആൻഡ് ഡ്രൈ. ഒരു കൂണിങ്ങനെ ഉണങ്ങി വലുതായി നിൽക്കുന്നു. ദ ബണ്ണി ഹോപ്സ് ആൻഡ് ഹൈഡ്സ് ബിലോ. ഒരു മുയൽ ചാടി വന്ന് അതിനിടയിൽ ഒളിക്കുന്നു. സേഫ് ഫ്രം റെയിൻ ആൻഡ് വിൻഡ് ദാറ്റ് ബ്ലോസ്. എന്താണ്? റെയിൻ ആൻഡ് വിൻഡ്, മഴയിൽ നിന്നും കാറ്റിൽ നിന്നും സുരക്ഷിതമാണ്. ബ്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റിൽ നിന്ന് സുരക്ഷിതമാണ്. താങ്ക് യു മഷ്റൂം, ബിഗ് ആൻഡ് വൈഡ്. നന്ദി. എന്താണ്? മഷ്റൂമിനോട് പറയാണ്, കൂണിനോട് പറയാണ് നന്ദി. ബിഗ് ആൻഡ് വൈഡ്, യു ആർ എ പെർഫെക്റ്റ് സ്പോട്ട് ടു ഹൈഡ്. എന്താണ്? നീ വളരെ വലുപ്പമുള്ളതും വീതിയുമുള്ളതുമാണ്. സ്പോട്ട് ടു ഹൈഡ്, ഒളിക്കാൻ പറ്റിയതാണ് നീന്ന്. വിത്ത് എ ഹോപ്പ്, ദ ബണ്ണി ഹാസ് ഗോൺ. അത് പറഞ്ഞ് ചാടിക്കൊണ്ട് ദ ബണ്ണി ഹാസ് ഗോൺ, മുയൽ ഓടിപ്പോയി. ഡ്രൈ ആൻഡ് ഹാപ്പി, മൂവിങ് ഓൺ. ഡ്രൈ എന്ന് പറഞ്ഞാൽ ഉണങ്ങി, ആൻഡ് ഹാപ്പി സന്തോഷത്തോടെ, മൂവിങ് ഓൺ മുന്നോട്ട് നീങ്ങി. അപ്പോൾ ഒരു ബണ്ണീസ് അംബ്രല്ല അല്ലേ? റാബിറ്റിൻ്റെ ഈ ഒരു അംബ്രല്ലയെക്കുറിച്ചുള്ള ചെറിയൊരു സോങ് ആണത്. ഇനി നമുക്ക് ഈ ഒരു പാഠത്തിൽ വരുന്ന ചെറിയൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. എന്താണ്? കുറച്ച് പിക്ചർ തന്നിട്ടുണ്ടല്ലേ? അതിൻ്റെ നേരെ കുറച്ച് ബോക്സ് തന്നിട്ടുണ്ട്, താഴെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചറിന് മാച്ച് ആയിട്ടുള്ള സെൻറ്റൻസ് താഴെയുള്ള സെൻറ്റൻസിൽ നിന്ന് കണ്ടെത്തി ഈ ഒരു ബോക്സിലും എഴുതി കൊടുക്കണം. എന്താണ്? സെലക്ട് ദ സ്യൂട്ടബിൾ സെൻറ്റൻസ് ആൻഡ് റൈറ്റ് ഇറ്റ് ബിലോ ദ പിക്ചർ. അതിന് സ്യൂട്ടായിട്ടുള്ള സെൻറ്റൻസ് പിക്ചറിൻ്റെ താഴെ എഴുതി കൊടുക്കാനാണ്. ആദ്യത്തെ പിക്ചർ എന്താണ്? ഒരു കൂണിനടിയിൽ ഉറുമ്പ് വന്ന് നിൽക്കുന്നുണ്ട്. രണ്ടാമത്തത് കൂണിനടിയിൽ ഉറുമ്പും പിന്നെ ബട്ടർഫ്ലൈ. പിന്നെയോ മൂന്നാമത്തതിൽ എലി കൂടി വന്നു അല്ലേ? നാലാമത്തതിലതാ നമ്മുടെ കുരുവി നനഞ്ഞ് കുളിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെയോ അഞ്ചാമത്തതിൽ മുയൽ ഓടിക്കരഞ്ഞു വരുന്നുണ്ട്. ആറാമത്തതിൽ എല്ലാവരും കൂടി ഇങ്ങനെ എന്താണ്? ആ കൂണ് നോക്കി നിൽക്കുന്നതാണ് അല്ലേ? ഇനി നമുക്ക് താഴെയുള്ള സെൻറ്റൻസിൽ വായിച്ചു നോക്കിയാലോ? എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കാം കേട്ടോ. ദ സ്പാരോ പ്ലീഡഡ് ടു ലെറ്റ് ഹെർ അണ്ടർ ദ മഷ്റൂം. എന്താണ്? സ്പാരോ കുരുവി മഷ്റൂമിൻ്റെ അടിയിൽ ഇരിക്കാനായിട്ട് എന്താണ് അപേക്ഷിച്ചു. ദ മൗസ് വാണ്ടഡ് ടു ഗെറ്റ് അണ്ടർ ദ മഷ്റൂം. എലി മഷ്റൂമിൻ്റെ കൂണിൻ്റെ അടിയിലേക്ക് വരാൻ ആഗ്രഹിച്ചു. ദ ബട്ടർഫ്ലൈ വാസ് വെറ്റ്, ഷീ കുഡ് നോട്ട് ഫ്ലൈ. ബട്ടർഫ്ലൈ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾക്ക് പറക്കാൻ കഴിയുന്നില്ല. ലുക്ക്, ദ മഷ്റൂം ഹാസ് ഗ്രോൺ ആപ്പ്. നോക്കൂ, കൂണ് വളർന്നു വലുതാവുന്നു. എ റാബിറ്റ് റാൻ ടുവാർഡ്സ് ദ മഷ്റൂം. ഒരു മുയൽ കൂണിന് നേരെ ഓടി വരുന്നു. ആൻഡ് മെയ്ഡ് ദ മഷ്റൂം ആൻ അംബ്രല്ല. ഉറുമ്പ് എന്താണ്? കൂണിനെ ഒരു കുടയാക്കി. ഇനി നമുക്ക് ഓരോ ബോക്സിലേക്ക് മാച്ച് ആയത് എഴുതി കൊടുക്കാം അല്ലേ? അപ്പോൾ ഫസ്റ്റ് പിക്ചറിന് നേരെ എന്ത് വരും? ദ ആൻഡ് മെയ്ഡ് ദ മഷ്റൂം ആൻഡ് അംബ്രല്ല. ഉറുമ്പ് മഷ്റൂം കൂണിനെ ഒരു കുടയാക്കി. രണ്ടാമത്തത് ദ ബട്ടർഫ്ലൈ വാസ് വെറ്റ്, ഷീ കുഡ് നോട്ട് ഫ്ലൈ. പൂമ്പാറ്റക്ക് പറക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? പൂമ്പാറ്റക്ക് നനഞ്ഞതുകൊണ്ട് പറക്കാൻ കഴിയുന്നില്ല. അടുത്തതെന്താ? ദ മൗസ് വാണ്ടഡ് ടു ഗെറ്റ് അണ്ടർ ദ മഷ്റൂം. എലിക്ക് എന്താണ്? കൂണിൻ്റെ അടിയിൽ ഇരിക്കണം. പിന്നെയോ ദ സ്പാരോ പ്ലീഡഡ് ടു ലെറ്റ് ഹെർ അണ്ടർ ദ മഷ്റൂം. സ്പാരോക്ക് കുരുവി എന്താണ്? അപേക്ഷിച്ചു അല്ലേ? കൂണിൻ്റെ അടിയിലേക്ക് കയറ്റാനായിട്ട് അപേക്ഷിച്ചു. പിന്നെയോ എ റാബിറ്റ് റാൻ ടുവാർഡ്സ് ദ മഷ്റൂം. റാബിറ്റ് മുയൽ കൂണിൻ്റെ നേരെ ഓടി വന്നു. പിന്നെ ലാസ്റ്റ് എന്താണ്? ലുക്ക്, ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ്. നോക്കൂ, കൂണ് വളർന്നു വലുതാകുന്നു. അപ്പൊ മക്കളെ, ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ മക്കൾക്ക്? കഥയൊക്കെ ഇഷ്ടമായോ? നമ്മുടെ കൂണിന്റെ കഥ, മഷ്റൂമിന്റെ കഥ ഇഷ്ടമായോ? അപ്പൊ ഇതിൽ കാണുന്ന വേർഡൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് മീനിങ്സ് ഒക്കെ പഠിക്കട്ടോ, അർത്ഥങ്ങളൊക്കെ പഠിക്കുക അതിന്റെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഓൺ ആക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കുക. എന്നാലും നിങ്ങൾക്ക് അടുത്ത ക്ലാസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ, നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ മക്കൾക്കും ഗുഡ് ബൈ.